ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പിന്നെ ഇതാണ് വിഷുവിൻ്റെ വില്ലയിലുള്ള വിഷുവിൻ്റെ ആഘോഷമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈവ് ഇട്ടിക്കേനു മെഞ്ഞാന്നത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വിഷു ഇവിടെ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വിഷു ആഘോഷിക്കുമോ, നമ്മൾ മുസ്ലിങ്ങൾക്ക് പാടുണ്ടോ എന്നെല്ലാം ചോദിക്കും. പക്ഷേ നമ്മൾ അയൽവാസികൾ അധികവും വിഷു ആഘോഷിക്കുന്നവരാ, മുസ്ലിംസ് അല്ല. അപ്പോൾ അവർ ആഘോഷിക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പോകണ്ടേ, നമ്മൾ അയൽവാസി ബന്ധം നിലനിർത്തണ്ടേ. അപ്പോൾ പകലൊന്നും ഞാനില്ലേനും, ഞാൻ പിന്നെ കോഴിക്കോടില്ലേനും, ഞാനിപ്പോൾ കുറ്റ്യാടി എന്നുള്ളത്. അപ്പോൾ അന്നത് രാത്രി അയക്കുക. അപ്പോൾ അന്ന് ഇത് പൊട്ടിക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയതാണ്. പിന്നെ നമ്മളെ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ ഒരു കമ്പിത്തിരി ഞാനും ഒന്ന് കത്തിച്ച് നോക്കി. കമ്പിത്തിരി എല്ലാം തോന്നുന്നു, വേറെന്തോ ഒരു റൗണ്ടായിട്ട് തിരിയുന്നൊരു സംഭവം. പിന്നെ പിടിച്ചു കൊടുക്കുമ്പോൾ നല്ല രസമുണ്ട്. മേലൊന്നും വീഴുമ്പോൾ പൊള്ളൊന്നും ചെയ്യുന്നൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത്, ഇത് അപകടം വരാൻ കുറച്ച് സമയമല്ലേ വേണ്ടു. പിന്നെ ഞാൻ വിചാരിച്ചിരിക്കാൻ ആദ്യം ഡ്രസ്സിലെല്ലാം വീണാൽ അതെല്ലാം കത്തിപ്പോവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ തുള്ളിയായിട്ട് അങ്ങ് പറന്നു പോകുന്നുണ്ട്. അതെന്താ ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കരുത്. അന്ന് തന്നെ പിന്നെ പടകം കയ്യിൽ പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കുട്ടി കൊയിലാണ്ടിയിൽ നിന്നേറ്റം മരിച്ചത് വാർത്തയിൽ കണ്ടിക്ക്. പിന്നെ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കൊടുക്കരുത്. അത് മാത്രമല്ല, ചിലർ പെരുന്നാളിനെല്ലാം ഇങ്ങനെ പടകം പൊട്ടിക്കും. പക്ഷേങ്കിൽ അത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഇത് ഒറ്റ നിമിഷത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് ഇങ്ങനത്തെ സാധനം വാങ്ങിയിട്ട് പൊട്ടിക്കുക, ഇതാക്കുക, അതിൽ പിന്നെ എനിക്ക് യോജിപ്പില്ല. കാരണം എത്രയോ പാവപ്പെട്ട ആൾക്കാർ മരുന്ന് വാങ്ങാനും ഡ്രസ്സില്ലാണ്ടും പിന്നെ അതേപോലെ ഭക്ഷണം കഴിക്കാനില്ലാണ്ടെല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തതൊന്നും വാങ്ങരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇത് ഞാൻ വാങ്ങി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വാങ്ങിയതല്ലേ? അല്ല, ഞാൻ വാങ്ങിയതല്ല. ഇവിടുത്തെ നെയ്ബേഴ്സ് അവർക്ക് വിഷു ഉണ്ടല്ലോ, നമുക്കല്ലേ വിഷു ഇല്ലാത്ത. അവർക്ക് ഇങ്ങനത്തെ എല്ലാന്ന് സന്തോഷം. അതുകൊണ്ട് അവർ പിന്നെ വാങ്ങി, അവർ ഇത് ആഘോഷിക്കാൻ നമ്മളെ വിളിച്ച് നമ്മൾ പോയി. പിന്നെ ഇത് കണ്ട് ഒരു കമ്പിത്തിരി ഞാനും കത്തിച്ച് പിന്നെ അവരോട് എനിക്കിതൊന്ന് എൻ്റെ പേടിയൊന്ന് മാറണമെന്നുണ്ടേനു. അങ്ങനെയാണ് ഞാൻ ഇതൊന്ന് കത്തിച്ച് പിടിച്ച് മേലോട്ട് പൊന്തിച്ച് പിടിച്ച് നോക്കിയത്. ഇത് നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര രസമുണ്ട്, അടിപൊളിയാണ് സംഭവം. പക്ഷെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും വാങ്ങലും കത്തിക്കലൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ആരും എന്നെ ഒന്നും പറയരുത്. അയൽവാസി ബന്ധം നിലനിർത്തണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പിന്നെ അവരൊരാഘോഷത്തിൽ നമ്മൾ പങ്കെടുത്തതാണ്. പിന്നെ പായസം കുടിച്ചിക്ക്, സദ്യ ഒന്നും കഴിക്കാൻ പിന്നെ എനിക്ക് പറ്റിക്കില്ല. പിന്നെ ഉച്ചക്ക് കഴിഞ്ഞ ഓണത്തിന് പിന്നെ സദ്യ ഞാൻ കഴിച്ചിക്ക്. പിന്നെ ഓണത്തിന് ഇവിടെ പിന്നെ പാരമൺ ടവറിലേനും ഒരു പരിപാടി വെച്ചത്, അടുന്നേനും ഓണത്തിൻ്റെ സദ്യ. അപ്പോൾ ഇത്രയെല്ലാമാണ് വീഡിയോ ഉള്ളത്, ജസ്റ്റ് ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.